നമ്മുടെ ഹരിപ്പാട് നങ്ങ്യാറുകുളങ്ങര ട്രീറ്റാന്വേഷ് ഹോസ്പിറ്റലിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ പ്രഗത്ഭരായ ഡോക്ടേഴ്സാണ് അശ്വതി മാഡം, ഇപ്പോൾ തന്നെ വിനായക ഡോക്ടർ, പൂജ. അപ്പം ഞാൻ ആലപ്പുഴ ജില്ലയിലെ ഒരു സർപ്പ വോളണ്ടിയറാണ്. ഒപ്പോൾ തന്നെ പാമ്പുൾപ്പെടെയുള്ള എല്ലാ വൈൽഡ് ആനിമൽസിനെയും അടിയന്തര ഘട്ടങ്ങളിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് നൽകി തരുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഈ ട്രീറ്റാന്വേഷ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇവരുടെ സേവനങ്ങൾ രാത്രി ഇപ്പോൾ തന്നെ ഞാൻ ഓർക്കുന്നു, ഒരു ദിവസം രാത്രി ഒരു 11 മണിയോടുകൂടി, അന്ന് ഇവിടെ ഓഫാണ്, സൺഡേ ആണ്, ഒരു ജിങ്കിൾ ക്യാറ്റിനെ നമുക്ക് കിട്ടി, ഒരു വാഹനം ഇടിച്ച്. വിനായക ഡോക്ടർ വളരെ ആത്മാർത്ഥമായി അദ്ദേഹം വിശ്രമിക്കുന്ന ഇടത്ത് നിന്ന് ഇവിടെ വന്ന ഹോസ്പിറ്റലിൽ വന്ന വേണ്ട പരിചരണമൊക്കെ നൽകി തരികയും രാത്രി തന്നെ ആ വിദഗ്ധമായ ട്രീറ്റ്മെൻറ്റ് നിമിത്തം രാത്രി തന്നെ നമുക്കതിനെ ആരോഗ്യത്തോടെ റിലീസ് ചെയ്യാനൊക്കെ ഇടയായി തീർന്നതൊക്കെ ഓർക്കുന്നു. അതുപോലെ തന്നെ പാമ്പുകൾ തന്നെ വിവിധ ഇനങ്ങളിൽപ്പെട്ട പാമ്പുകളെ നമുക്കിവിടെ അശരണരായിട്ടുള്ളവരെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാനൊക്കെ ഇടയായി തീർന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നിൽക്കുന്നത് പാമ്പും ജിങ്കിൾ ക്യാറ്റും ഒന്നുമല്ല, ഷെഡ്യൂൾ 1-ൽപ്പെട്ട പരുന്താണ്. നമ്മുടെ കാർത്തികപ്പള്ളിയിലുള്ള ഗോപാലകൃഷ്ണൻ നായർ എന്ന് പറയുന്ന ഒരു ഇൻഫോമറാണ് നമ്മളെ വിവരം അറിയിച്ചത്. ഒരു പട്ടികളെല്ലാം കൂടെ ചെന്ന് ഇതിനെ ആക്രമിക്കാൻ ചെല്ലുന്ന ഒരു രംഗമാണ്. എന്നാൽ ഡോഗ് ആക്രമിച്ചല്ല, മറ്റെന്തോ കാര്യമായ മുറിവുണ്ടായി. അതിൻ്റെ ലെഫ്റ്റ് വിങ്ങിൻ്റെ മെയിൻ ബോണ് വെളിയിലേക്ക് ചാടി ഒരു 2 ഇഞ്ചോളം വെളിയിലേക്ക് ചാടി നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമായിരുന്നു. വളരെ പരിതാപകരമായ അവസ്ഥയായിരുന്നു. ഇപ്പോൾ ഏകദേശം 3 ആഴ്ചയായി നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ലഭ്യമായി, നല്ലവണ്ണം ഹീലായി നോക്കിയാൽ കാണാൻ കഴിയും. ആ ഒരവസ്ഥയിൽ എത്തപ്പെടുവാൻ തക്കൊണ്ട് ഇവരുടെ സേവനങ്ങൾ വളരെ വിലപ്പെട്ടതായിരുന്നു. ആ സേവനങ്ങൾക്ക് പ്രത്യേകമായ നന്ദി അറിയുന്നു. പകലെന്നോ രാത്രിയിലെന്നോ ഒന്നും നോക്കാതെ യാതൊരുവിധമായ പ്രതിഫലേച്ഛകളും കൂടാതെ നിങ്ങളോട് ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ പെറ്റായി വളർത്തുന്ന മറ്റ് ഇതര വീടുകളിൽ വളർത്തുവാൻ കഴിയുന്ന ഡൊമസ്റ്റിക് ആനിമൽസ് ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിലൂടെയാണ്. അതുകൂടെ ഞാൻ ഒന്ന് പ്രിഫർ ചെയ്യുകയാണ് എന്നുള്ള കാര്യം കൂടെ ഓർപ്പിക്കുന്നു. ജഗദീശ്വരൻ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സേവനങ്ങൾക്ക് പ്രത്യേകമായ ഒരിക്കൽ കൂടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ഈ വീട്ടിലെ ചേട്ടനാണ് എന്നെ വിളിക്കാനിടയായത്. ഒരു പരുന്തിനെ പട്ടിയിട്ട് ആക്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു. ഞാനിവിടെ വന്നപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ വിങ്സ് ഒടിഞ്ഞ് അതിൻ്റെ മെയിൻ ബോണ് വെളിയിലേക്ക് തള്ളി നിൽക്കുകയായിരുന്നു. അവർ നിമിത്തം ഇതിനെ നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റി. അതിനെ കവലയിലുള്ള ട്രീറ്റാന്വേഷ് എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അതിനുശേഷം ഇവരെ ഒന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അവർ ചെയ്ത ആ വലിയ ബാക്കിയുള്ള എല്ലാ ബാക്ക് സപ്പോർട്ടും അവരുടെ ഭാഗത്തു നിന്ന് എപ്പോഴും എന്നെ വിളിച്ചു ചോദിക്കുകയും എന്നേക്ക് വേണ്ടുന്ന പ്രോത്സാഹനങ്ങളൊക്കെ ആവോളം തന്ന ഒരു വാത്സല്യ കുടുംബം കൂടിയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. നമ്മുടെ ട്രീറ്റാന്വേഷ് ഹോസ്പിറ്റൽ ഹരിപ്പാട് ഇന്ന് റെസ്ക്യൂ ചെയ്ത് വന്നിട്ട് ഉള്ള ഒരു ബ്രാഹ്മണി കൈറ്റാണ് ഇത്. നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ സർപ്പ ഗ്രൂപ്പിലെ ചാർലി എന്ന് പറഞ്ഞുള്ള പാസ്റ്റർ കൊണ്ടുവന്നെയാണ് ഈ കൈറ്റിനെ. നമ്മള് ഡോക്ടേഴ്സ് എക്സാമിൻ ചെയ്ത് നോക്കിയപ്പോഴേക്ക് ആളുടെ വിങ്ങിന്റെ അവിടെ ഒരു ഫ്രാക്ചർ ഉണ്ടായിരുന്നു. അപ്പൊ എല്ല് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലായിരുന്നു. നമ്മൾ എക്സ്റേ ഒക്കെ എടുത്തു. എക്സ്റേയിൽ ആളുടെ ഇവിടെ ഈ വിങ്ങിന്റെ ഈ ഭാഗത്തുള്ള ഹ്യൂമറസ് എന്ന് പറഞ്ഞൊരു ബോണിലാണ് ഫ്രാക്ചർ നമ്മൾ കണ്ടെത്തി. അപ്പൊ നമ്മള് ഈ ബോൺ കറക്റ്റ് ചെയ്യാൻ വേണ്ടി പിന്നിങ് ടെക്നിക്ക് യൂസ് ചെയ്ത് ബോണെല്ലാം കറക്റ്റ് ചെയ്തു. എന്നിട്ട് ആളുടെ ഈ വിങ് പ്രോപ്പറായിട്ട് നമ്മൾ ബാൻഡേജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആന്റിബയോട്ടിക്കും പെയിൻകില്ലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ആൾക്ക് അടുത്തുള്ള ഒരു 3 മുതൽ 5 ദിവസം വരെയൊക്കെ ഈ പറഞ്ഞ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ എല്ലാം വേണം. അപ്പൊ ആ കെയറിനെല്ലാം ശേഷം ആളുടെ എല്ലാം ഓക്കെ ആയതിനു ശേഷം നമുക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടെ ആളെ തിരിച്ച് ബാക്ക് ടു വൈൽഡ് എത്തിക്കാൻ പറ്റും എന്നാണ് നമ്മുടെ പ്രതീക്ഷ.